നമസ്കാരം. KMCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. രാഷ്ട്രപിതാവിന്റെ 155ാം ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് മന്ത്രി VN വാസവൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെഗാ ക്ലീനിംഗ് നടത്തി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 27ാം ബറ്റാലിയൻ. 100ഓളം വരുന്ന ITBP സേനാംഗങ്ങളാണ് ക്ലീനിങ്ങിനായി എത്തിയത്. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി P. പ്രസാദ് നിർവഹിച്ചു. ഇതോടൊപ്പം നഗരസഭ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു. നവരാത്രി ആഘോഷം. ഒക്ടോബർ 11-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ഒക്ടോബർ 10-ന് വൈകിട്ടാണ് പൂജവയ്പ്. വിശദമായ വാർത്തകളിലേക്ക്. രാജ്യം ഗാന്ധി സ്മരണയിൽ. രാഷ്ട്രപിതാവിന്റെ 155ാം ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ആഘോഷം മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് മന്ത്രി VN വാസവൻ. കോട്ടയം ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തിരുനക്കര ഗാന്ധി ചത്വരത്തിൽ സംഘടിപ്പിച്ച ഗാന്ധി ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സ്വാതന്ത്ര്യപൂർവ്വ കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ലഭിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്വ വിരുദ്ധ സമരമുഖങ്ങളിലെ എണ്ണിയാലൊടുങ്ങാത്ത തീക്ഷ്ണമായ പോരാട്ടങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതിയ ആ ധീരദേശാഭിമാനി രാഷ്ട്രപിതാവായി നാം അംഗീകരിച്ചു. രാഷ്ട്രപിതാവിൻ്റെ ജന്മദിനം നാം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ ഒരുപക്ഷെ രാഷ്ട്രപിതാവിനെ 1948 ജനുവരി 30-ന് ബിർള ഹൗസിൽ വെടിവെച്ച് ഉൾപ്പെടുത്തിയ രക്തദാഹിയായ നഥുറാംബിരായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിച്ച് ആരാധിക്കുന്ന രൂപത്തിലേക്ക് രാജ്യത്തിൻ്റെ ചില ഭാഗങ്ങളിൽ ചില കേന്ദ്രങ്ങൾ വരുന്നു എന്നത് വേദനാജനകവും നമ്മളെല്ലാം വിഷമിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ്. സമാന കാലഘട്ടത്തിൽ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം കാക്ഷിക്കാൻ വേണ്ടിയുള്ള സംരക്ഷിക്കാൻ വേണ്ടിയുള്ള സന്ദേശമാണ് വരുന്നത്. ആ സ്വാതന്ത്ര്യവും ജനാധിപത്യവും ആരെങ്കിലും കത്തിവെക്കാൻ വേണ്ടി പുറപ്പെട്ടാൽ നിശ്ചയമായും അതിനെതിരായി അതിശക്തമായ പ്രതിഷേധം വളർന്നു വരുന്ന സന്ദർഭമാണ്. നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും അർത്ഥത്തിൽ ജനാധിപത്യം ധ്വംസിക്കപ്പെട്ടുകൂടാ. രാജ്യത്തിന്റെ ഭരണഘടനയിൽ തന്നെ വിഭാവനം ചെയ്യുന്നു വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യക്കാർ. രാഷ്ട്രപിതാവിന്റെ ഘാതകനായ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിച്ച് രാജ്യത്തിന്റെ ചില ഭാഗങ്ങളിൽ ചിലർ ആരാധിക്കുന്നു എന്നത് വേദനാജനകമാണെന്നും മന്ത്രി പറഞ്ഞു. ഉദ്ഘാടന ചടങ്ങിന് മുമ്പ് ഗാന്ധി ചത്വരത്തിലെ ഗാന്ധി പ്രതിമയിൽ മന്ത്രി VN വാസവൻ, അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എന്നിവരുടെ നേതൃത്വത്തിൽ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി. ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് K. ഫ്രാൻസിസ് ജോർജ് MP ഗാന്ധി ജയന്തി ദിന സന്ദേശം നൽകി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു, ജില്ലാ കളക്ടർ ജോൺ V. സാമുവൽ, കോട്ടയം നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ, നഗരസഭാ വൈസ് പ്രസിഡന്റ് B. ഗോപകുമാർ, നഗരസഭാംഗം ജയമോൾ ജോസഫ്, അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ബീന P. ആനന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. ആലപ്പുഴ കളക്ടറേറ്റിലും ഗാന്ധി ജയന്തി സമുചിതമായി ആചരിച്ചു. കളക്ടറേറ്റിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ രാവിലെ പുഷ്പാർച്ചനയും ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും നടത്തി. PP ചിത്തരഞ്ജൻ MLAയും ജില്ലാ കളക്ടർ അലക്സ് വർഗീസും ചേർന്ന് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണവും അനുസ്മരണവും നടത്തി. നമ്മളെ സംബന്ധിച്ചോളം ഗാന്ധിയുടെ ദർശനങ്ങൾ നമ്മൾ കൊടുത്ത് മറ്റുള്ളവരെ പ്രകാശിപ്പിക്കാനുള്ള ഏകദേശം 1947 മത്സര ശേഷം ഒരു 80 വർഷത്തോളം കഴിയും. ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ വിവിധ സംഘടനകൾ, സ്കൂൾ കുട്ടികൾ, വിദ്യാർത്ഥികൾ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലുള്ളവർ രാവിലെ മുതൽ പുഷ്പാർച്ചനയ്ക്ക് എത്തിയിരുന്നു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് ആശാ C. എബ്രഹാം, ഹുസൂർ ശിരസ്തേദാർ പ്രീത പ്രതാപൻ, ഗാന്ധി സ്മൃതി മണ്ഡപ സമിതി പ്രതിനിധി രാജു പള്ളിപ്പറമ്പിൽ, കേരള സർവോദയ മണ്ഡലം ജില്ലാ പ്രസിഡന്റ് ME ഉത്തമക്കുറുപ്പ്, കേരള സബർമതി സാംസ്കാരിക വേദി പ്രസിഡന്റ് ജോസഫ് മാരാരിക്കുളം, വിവിധ സംഘടനാ പ്രതിനിധികളായ മണിയമ്മ, ആശാ കൃഷ്ണാലയം, കൃഷ്ണൻകുട്ടി, സജീന നാസർ തുടങ്ങിയവരും പങ്കെടുത്തു.
സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെഗാ ക്ലീനിംഗ് സംഘടിപ്പിച്ചു. ആലപ്പുഴ നൂർനാട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 27ാം ബറ്റാലിയന്റെ ആഭിമുഖ്യത്തിലാണ് ക്ലീനിംഗ് നടത്തിയത്. സ്വച്ഛ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ഇന്ത്യ ബോർഡർ പോലീസ് 27ാം ബറ്റാലിയൻ വൈവിധ്യമാർന്ന ശുചീകരണ പരിപാടികൾ നടത്തിവരുന്നു. ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ആലപ്പുഴ ബീച്ചിൽ മെഗാ ക്ലീനിംഗിന് 100ഓളം വരുന്ന ITBP സേനാംഗങ്ങളാണ് എത്തിയത്. ആലപ്പുഴ കടപ്പുറവും ചിൽഡ്രൻസ് പാർക്കും ബീച്ച് റോഡ് അരികും ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. കമാൻഡന്റ് വിവേക് കുമാർ പണ്ടയുടെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത്. തുടർന്ന് നടന്ന സമ്മേളനം ആലപ്പുഴ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് ഉദ്ഘാടനം ചെയ്തു. So this has been instituted for the last 2-3 years with the partnership of the state as well. So as you know, most of it we had a eventful burning at the Brahmapuram site last സെക്കൻഡ് ഇൻ കമാൻഡന്റ് മനോജ് ബഹുഗുണ, നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ, AS കവിത, ജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ആലപ്പുഴ നഗരസഭയുടെ മുതിർന്ന ശുചീകരണ തൊഴിലാളികളെയും ITBP സേനയിലെ മൾട്ടി ടാസ്കിംഗ് സേനാംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ആലപ്പുഴ ജില്ലാ പോലീസ് ഓഫീസ് പരിസരത്തും നൂറനാട് പാലമേൽ പഞ്ചായത്തിലും സേനാംഗങ്ങൾ ശുചീകരണ പരിപാടികൾ സംഘടിപ്പിച്ചു. Today, the 27th Battalion ITBP has organized a special Swachhta campaign on the banks of the LFP beach. And it is an occasion where the ITBP is proudly associated with the campaign. And not only in LFP, but also 2-3 more places, the ITBP has been organizing the Swachhta drive. We are aiming to spread awareness. We are also aiming to get the youth on board, the local, this particular state. Also, we are trying to give a message to all the masses that Swachhta is something which should be required, where the country is becoming more and more clean. And every year, this day, on the Father of the Nation's Day, that is on the 2nd of October, Mahatma Gandhi Jayanti, we used to commemorate this day as a tribute to him by cleaning the areas where we are in, where we can spread this message. And with this, the 27th Battalion ITBP, with all its ranks, do this Swachhta drive to actually clean the area, not only clean the area, but also put people, ask people, request people to keep their areas clean, to make the nation clean. Thank you so much. SLPM ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാന്ധി ജയന്തി ആഘോഷിച്ചു. പുഷ്പാർച്ചന, സർവ്വമത പ്രാർത്ഥന, ഗാന്ധി അനുസ്മരണ പ്രഭാഷണം എന്നിവയോടെയായിരുന്നു ജയന്തി ആഘോഷം സംഘടിപ്പിച്ചത്. അഹിംസയുടെയും സത്യത്തിന്റെയും മാർഗത്തിൽ അടിയുറച്ച് വിശ്വസിച്ച രാഷ്ട്രപിതാവിന്റെ 155ാം ജന്മദിനം ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. രാവിലെ പുഷ്പാർച്ചന, സർവ്വമത പ്രാർത്ഥന എന്നിവയ്ക്ക് ശേഷം നടന്ന ഗാന്ധി ജയന്തി സമ്മേളനം PP ചിത്തരഞ്ജൻ MLA ഉദ്ഘാടനം ചെയ്തു. ഗാന്ധി സ്മാരക ഗ്രാമസേവാ കേന്ദ്രം പ്രസിഡന്റ് രവി പാലത്തുങ്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കളക്ടർ അലക്സ് വർഗീസ് IAS ജന്മദിന സന്ദേശം നൽകി. മുൻ MLA ഷാനിമോൾ ഉസ്മാൻ മുഖ്യ പ്രഭാഷണം നടത്തി. നിലമേൽ NSS കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ R രാജേഷ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണവും നടത്തി. ചടങ്ങിൽ മാരാരിക്കുളം വടക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K സുദർശനാബായി മെറിറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. മാലൂർ ശ്രീധരൻ ആശംസയർപ്പിച്ച് സംസാരിച്ചു. മനു PS സ്വാഗതവും P ശശി നന്ദിയും പറഞ്ഞു. ഗാന്ധിസം എന്ന ഒരു ആശയത്തെ ഗാന്ധിജി തന്നെ നിരാകരിച്ചു. ഗാന്ധിസം എന്നൊന്നില്ല, അതൊരു ജീവിതചര്യയാണ്. ഗാന്ധിസം എന്ന് പറയുന്നത് ഒരു ജീവിതചര്യയാണ്. സത്യസന്ധതയിലും അഹിംസയിലും അധിഷ്ഠിതമായ ഒരു ജീവിതചര്യയ്ക്കാണ് ഗാന്ധിസം എന്ന് പറയുന്നത്. അത് ഞാൻ രൂപപ്പെടുത്തിയ ഒന്നാണ് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുമില്ല. അത് കാലങ്ങളായി ഈ ഹിന്ദു മിത്തോളജിയിലും ബുദ്ധിസത്തിലും സൂഫിസത്തിലും ഹിന്ദുസത്തിലും ഒക്കെ അതിൻ്റെയൊക്കെ ഭാഗമായി, അതിൻ്റെയൊക്കെ സാരമായി നിലനിന്നിരുന്ന സത്യസന്ധത, അഹിംസ, സനാതനത്വം, നൈതികത, ധാർമ്മികത എന്നിവയിലൊക്കെ അധിഷ്ഠിതമായ ഒരു ജീവിതചര്യയാണ് ഗാന്ധിസം.
ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഹരിതശ്രീ പരിസ്ഥിതി സംരക്ഷണ നിർമ്മാർജ്ജന കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തണ്ണീർമുക്കം റോഡിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന് മുൻവശം നടന്ന ശുചീകരണ പ്രവർത്തനങ്ങൾ രക്ഷാധികാരി പ്രൊഫസർ തോമസ് വി പുളിക്കൻ ഉദ്ഘാടനം ചെയ്തു. ഒരു അക്രമവും മതവും ജാതിയും എല്ലാം പറഞ്ഞ് ലോകത്തെല്ലായിടത്തും, ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും സംഘർഷങ്ങളും യുദ്ധങ്ങളും കണ്ണീരും ചോരപ്പുഴയും ഒഴുകുന്ന ഈ കാലത്തിൽ ഗാന്ധിയൻ ദർശനത്തിന് മഹത്തായ പ്രാധാന്യമുണ്ട്. ജനറൽ സെക്രട്ടറി വേളൂർവട്ടം ശശികുമാർ അധ്യക്ഷത വഹിച്ചു. ഡി മധുസൂദനൻ, മഹേഷ്, റെജിൻ, KN ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. മെഗാ ഡ്രോയിംഗ് മത്സരവും കളറിംഗ് മത്സരവും സംഘടിപ്പിച്ച് ഗാന്ധി ജയന്തി ആഘോഷം വേറിട്ടതാക്കി മുഹമ്മദ് KE കാർമൽ സ്കൂൾ. നിറക്കൂട്ടുകളുടെ വിസ്മയം തീർത്ത് 2500ഓളം കുരുന്നുകൾ മത്സരങ്ങളിൽ പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്ക് അവരുടെ സർഗാത്മകതയും ചിന്തകളും പ്രകടിപ്പിക്കുവാനും കലയിലൂടെ അവരുടെ ആശയങ്ങൾ ജീവസുറ്റതാക്കാനും ഈ മത്സരം ഒരു മികച്ച അവസരം ഒരുക്കിയതോടൊപ്പം ഗാന്ധിയൻ മൂല്യങ്ങൾക്കും തത്വങ്ങൾക്കുമുള്ള ശ്രദ്ധാഞ്ജലിയായും ഇത് മാറി. 3 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. KE കാർമൽ സ്കൂളിലെ മെയിൻ ബിൽഡിംഗിലും KG ബ്ലോക്കിലും +2 ബ്ലോക്കിലുമായിട്ടാണ് മത്സരം നടത്തിയത്. സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ സാംജി വടക്കേടം CMI ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഗാന്ധി ജയന്തി ഇന്ന് നമ്മുടെ ഭാരതത്തിൻ്റെ ഐക്യം സംരക്ഷിക്കുവാൻ ഏറ്റവും കൂടുതൽ ഉയർത്തിപ്പിടിക്കേണ്ട വ്യക്തിത്വമാണ് ഗാന്ധിജി. ഇനിയും നമ്മൾ ഗാന്ധിജിയെ അടുത്ത് ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു. ഗാന്ധിജിയുടെ സ്നേഹം, അഹിംസ, പരസ്നേഹം, സ്വയം ബലിയായി ഈ രാജ്യത്തെ സ്നേഹിച്ച നിറക്കൂട്ടുകളുടെ വിസ്മയം തീർത്ത 2500ഓളം കുരുന്നുകൾ ഈ കലാവിരുന്നിൽ പങ്കെടുത്തു. KG വിഭാഗത്തിൽ 1500ഓളം കുട്ടികളും LP വിഭാഗത്തിൽ 1000 കുട്ടികളും മത്സരത്തിൽ പങ്കാളികളായി. പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റും മെഡലുകളും വിതരണം ചെയ്തു. മത്സരഫലം ഒക്ടോബർ 14-ാം തീയതി സ്കൂൾ വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും. 1ാം സമ്മാനം 3000 രൂപയും 2ാം സമ്മാനം 2000 രൂപയും 3ാം സമ്മാനം 1000 രൂപയും കൂടാതെ ഓരോ വിഭാഗത്തിലെയും ആദ്യ 3 വിജയികൾക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റും ട്രോഫിയും ലഭിക്കും. ഓരോ വിഭാഗത്തിലെയും ആദ്യ 15 വിജയികൾക്ക് പ്രത്യേക പാരിതോഷികവും നൽകും. കുട്ടികളുടെയും അധ്യാപക അനധ്യാപകരുടെയും അക്ഷീണമായ പ്രയത്നം ഈ കലാമാമാങ്കം ഒരു വൻ വിജയമാക്കി തീർത്തു. മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം നടന്നു. ഇതോടൊപ്പം നഗരസഭ ദ്രവമാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു. ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ നടന്ന പരിപാടി മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാക്കുമ്പോൾ തന്നെയും നമ്മൾ തീരുമാനമെടുത്താൽ ബാക്കിയാവുന്ന തരത്തിലേക്ക് എത്തില്ല. ഉപയോഗിക്കേണ്ടത് മാത്രം ഉണ്ടാക്കുകയും ഉണ്ടാക്കുന്നതെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെയും പല അളവിൽ നമുക്ക് മാലിന്യത്തെ കുറച്ചു കൊണ്ടുവരാൻ കഴിയും. എങ്കിലും നമുക്ക് കുറച്ച് മാലിന്യങ്ങൾ ഉണ്ടാവും. ആ മാലിന്യങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊണ്ടുപോയി ഏതെങ്കിലും വെള്ളത്തിൽ കളയുക എന്നുള്ളതാണ്. രാവിലത്തെ ഒരു മീറ്റിംഗിലും ഞാനും നമ്മുടെ കളക്ടറും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു യോഗം ചേരുന്നതിനെ കുറിച്ച് പറഞ്ഞു. അത് വേമ്പനാട് കായലുമായി ബന്ധപ്പെട്ടൊരു യോഗം ചേരാനാണ്. അപ്പോൾ യോഗം ചേരുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം 25 ഞങ്ങൾ യോഗം ചേരാൻ അവിടെ വെച്ച ആ യോഗത്തിൽ ശ്രീ ശിവപ്രസാദ് ഞങ്ങളെല്ലാം ആ യോഗത്തിലുണ്ടായിരുന്നു. വേമ്പനാട് കായലിന് എന്തിനാ യോഗം ചേരുന്നതെന്ന് ചോദിച്ചാൽ ഒന്നാമത്തെ പ്രശ്നം ഈ മാലിന്യങ്ങൾ മുഴുവൻ കൊണ്ടുവന്ന് തള്ളുന്നത് അങ്ങോട്ടാണെന്നുള്ളതാണ്. കക്കൂസ് മാലിന്യങ്ങൾ മിക്കവാറും കൊണ്ടുവന്ന് തള്ളുന്നത് അങ്ങോട്ടേക്കാണ്. ഞങ്ങൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വണ്ടികളുള്ളത് ആ മേഖലയിലാണ്, ഈ കക്കൂസ് മാലിന്യങ്ങൾ ഉള്ളത്. എന്തുകൊണ്ടാണെന്ന് തിരക്കിയപ്പോഴാണ് അടുത്ത ഘട്ടം മനസ്സിലാവുന്നത് ഈ തള്ളാനുള്ള ഏറ്റവും സൗകര്യപ്രദമായ സ്ഥലമുള്ളതിന്റെ പേരിലാണെന്നുള്ളത്. അവിടെ കൊണ്ട് ഇടുകയാണെന്നുള്ളതാണ്. ഇതൊരു വല്ലാത്ത പ്രതിസന്ധിയാണ്. ആലപ്പുഴ നഗരസഭ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച പ്ലാന്റിൽ പ്രതിദിനം 2,40,000 ലിറ്റർ മലിനജല സംസ്കരണ ശേഷിയാണുള്ളത്. സംസ്കരണ പ്ലാന്റിന്റെ സ്വിച്ച് ഓൺ കർമ്മം PP ചിത്തരഞ്ജൻ MLA നിർവഹിച്ചു. H. സലാം MLA അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ നഗരസഭാ ചെയർപേഴ്സൺ KK ജയമ്മ സ്വാഗതം പറഞ്ഞു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് IAS, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ്, നഗരസഭാ പ്രതിപക്ഷ നേതാവ് റിഗോ രാജു, കൗൺസിലർമാരായ MR പ്രേം, AS കവിത, നസീർ പുന്നയ്ക്കൽ, സൗമ്യ രാജ്, R. വിനീത്, നഗരസഭാ സെക്രട്ടറി AM മുംതാസ്, ശുചിത്വ മിഷൻ കോർഡിനേറ്റർ വിനോദ് കുമാർ തുടങ്ങിയവരും പങ്കെടുത്തു. KPCC ദേശീയ കായികവേദിയുടെ നേതൃത്വത്തിലും മഹാത്മാഗാന്ധി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കായികവേദി ജില്ലാ പ്രസിഡന്റ് അർജുൻ ആര്യക്കരവെളി അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ശ്രീജിത്ത് പത്തിയൂർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സെക്രട്ടറി S. ജയകുമാർ, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ സുരേഷ് ബാബു, S. അഭിലാഷ്, വർഷ N. ചന്ദ്രബാനു, നിയോജകമണ്ഡലം പ്രസിഡന്റുമാരായ ആയുഷ് ആന്റണി, നിജിൻ കഞ്ചിക്കോട്, നീനു, ഗോപികൃഷ്ണൻ, ബാബു ജോർജ്, ജസ്റ്റിൻ തുടങ്ങിയവരും പങ്കെടുത്തു.
കേരള വയോജനവേദി മർത്തോർവട്ടം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. യൂണിറ്റ് പ്രസിഡന്റ് എം ചിദംബരൻ ഉദ്ഘാടനം ചെയ്തു. വയോജനവേദിയിലെ അംഗങ്ങൾ മരുത്തോർവട്ടം മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. രാത്രികാലങ്ങളിൽ വഴിയരിയിൽ തള്ളുന്ന മാലിന്യങ്ങൾ വരെ നീക്കം ചെയ്തു. കൂടാതെ കിടപ്പ് രോഗികളായ 16ഓളം പേർക്ക് പഴവർഗ്ഗ കിറ്റുകൾ നൽകി. യൂണിറ്റ് സെക്രട്ടറി KG ശ്രീധരപ്പണിക്കർ, കമ്മിറ്റി അംഗങ്ങളായ വി സോമൻ, എൻ രാധാകൃഷ്ണൻ, PV ഔസേപ്പ്, G സതീഷ് ചന്ദ്രൻ നായർ, TJ സെലിൻ തുടങ്ങിയവർ പങ്കെടുത്തു. വയോജന ദിനമാണ്. അത് നമ്മുടെ സംസ്ഥാന കേരള സീനിയർ സിറ്റിസൺ ഫോറം സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഇന്നേ ദിവസം 1-ാം തീയതി വയോജനങ്ങൾ നമ്മുടെ യൂണിറ്റിൽ കൊടിയുയർത്തുകയുണ്ടായി. ഇന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണ്. ഇന്ന് നമ്മൾ ശുചീകരണ പ്രവർത്തനവും അതുപോലെ തന്നെ നമ്മുടെ അംഗങ്ങളായിട്ടുള്ള ഒട്ടനവധി പേർ ചികിത്സയിലും അതുപോലെ തന്നെ ഗ്രഹത്തിൽ രോഗാവസ്ഥയിൽ കിടക്കുകയാണ്. അവരുടെ ഭവനങ്ങളിൽ സന്ദർശിച്ച് അവർക്ക് നമ്മൾ ഇന്നേ ദിവസം എല്ലാ വർഷവും നമ്മൾ ആപ്പിൾ അതുപോലെ തന്നെ ബൂസ്റ്റായിട്ടുള്ള സാധനങ്ങളെല്ലാം കൊടുത്ത് അവരെ സാന്ത്വനപ്പെടുത്തുകയും അവരുടെ രോഗവിവരങ്ങൾ അറിയുകയും ചെയ്യുക. ഇന്നിപ്പോൾ ഇവിടെ കിടപ്പ് രോഗിയായിട്ടുള്ള പൊന്നപ്പൻ പിള്ളയുടെ ഭാര്യയ്ക്ക് ഇവിടെ പറ്റാത്തതുകൊണ്ട് പൊന്നപ്പൻ പിള്ളയ്ക്ക് ഒരു കിറ്റ് കൊടുത്തുകൊണ്ട് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്യുകയാണ്. BSNL രജത ജൂബിലിയോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികൾക്കായി പെയിന്റിംഗ് മത്സരം സംഘടിപ്പിച്ചു. 3 വിഭാഗങ്ങളിലായിട്ടായിരുന്നു മത്സരം നടത്തിയത്. ചേർത്തല ബോയ്സ് സ്കൂളിലായിരുന്നു മത്സരങ്ങൾ നടന്നത്. സബ് ജൂനിയർ വിഭാഗം, ജൂനിയർ വിഭാഗം, സീനിയർ വിഭാഗം ഇങ്ങനെ 3 തരത്തിലായിരുന്നു മത്സരം. ചേർത്തലയിലെ കൂടാതെ ആലപ്പുഴ ബിസിനസ് ഏരിയയിൽ ആലപ്പുഴ TD സ്കൂൾ, മാവേലിക്കര സെന്റ് ജോൺ സ്കൂൾ എന്നിവിടങ്ങളിലും ചിത്രരചന മത്സരങ്ങൾ നടന്നു. അസിസ്റ്റന്റ് ജനറൽ മാനേജർ സുകുമാരൻ, ചേർത്തല ജൂനിയർ ടെലികോം ഓഫീസർ സുബ്രഹ്മണ്യൻ, അഡീഷണൽ എഞ്ചിനീയർ അബാസ്, സബ് ഡിവിഷൻ എഞ്ചിനീയർ വിനീത്, ജൂനിയർ ടെലികോം ഓഫീസർ സീമ തുടങ്ങിയവർ പങ്കെടുത്തു. BSNL എന്ന കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനം അതിൻ്റെ 25ാമത് വർഷത്തിലേക്ക് കടക്കുകയാണ്. സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് കേരള സർക്കിളിൻ്റെ വിവിധ BAകളിൽ പല കലാകായിക പരിപാടികളുമായി മുന്നേറുകയാണ്. ഇതിൻ്റെ ഭാഗമായിട്ട് BSNL ആലപ്പുഴ BAയുടെ ആഘോഷ പരിപാടികളുടെ ഭാഗമായി ചേർത്തല SNGM GB HSSൽ നടത്തുന്ന പെയിൻറ്റിംഗ് കോമ്പറ്റീഷനാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വിവിധ കാറ്റഗറികളിലായി 122ഓളം വിദ്യാർത്ഥികളാണ് ഇതിൽ പങ്കെടുക്കുന്നത്. സബ് ജൂനിയർ വിഭാഗത്തിൽ 74, ജൂനിയർ വിഭാഗത്തിൽ 47, സീനിയർ വിഭാഗത്തിൽ 2 കുട്ടികളുമാണ് ഈ പെയിൻറ്റിംഗ് കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. ഇതിൻ്റെ വിഷയം നമ്മൾ ചെറിയ കുട്ടികൾക്കായിട്ട് സ്മാർട്ട് ലേണിംഗ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. BSNLൻ്റെ ഇൻ്റർനെറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി അതിൽ അവരുടെ കുട്ടികളുടെ പഠനം എങ്ങനെ മെച്ചപ്പെടുത്താമെന്നുള്ള വിഷയമാണ് സബ് ജൂനിയർ വിഭാഗത്തിലുള്ള കുട്ടികൾ കൊടുത്തിരിക്കുന്നത്. നവരാത്രി ആഘോഷത്തോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും 11-ാം തീയതി അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. നവരാത്രി ആഘോഷങ്ങളുടെ ഭാഗമായി ഒക്ടോബർ 11-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ഇത് സംബന്ധിച്ച ഉത്തരവ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ പുറത്തിറക്കി. പൂജാവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ 11 വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇത് സംബന്ധിച്ച ഉത്തരവിറക്കിയത്. ഇത്തവണ ഒക്ടോബർ 10-ാം തീയതി വൈകുന്നേരമാണ് പൂജവയ്പ്. സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യയ്ക്കാണ് പൂജ വയ്ക്കുന്നതെങ്കിലും ഇത്തവണ 2 ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് 10-ന് വൈകുന്നേരമായിരിക്കും പൂജവയ്പ് നടക്കുക. 11, 12 തീയതികളിൽ ദുർഗാഷ്ടമി, മഹാനവമി പൂജകൾക്ക് ശേഷം 13-ന് രാവിലെ വിജയദശമി പൂജയ്ക്ക് ശേഷമാണ് എടുക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഒക്ടോബർ 11-ന് കൂടി അവധി നൽകണമെന്നാവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചുകൊണ്ട് തീരുമാനമായത്. വയോജന ദിനത്തോടനുബന്ധിച്ച് കോക്കമംഗലം ജീവോദയ ഓൾഡ് ഏജ് ഹോമിൽ ചേർത്തല പോലീസ് സാന്ത്വനവുമായി എത്തി. അന്തേവാസികൾക്ക് മധുരം നൽകി ആദരിച്ചു. കേക്ക് മുറിച്ചും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തുമായിരുന്നു ആഘോഷം. ചാലിപ്പള്ളി ലിസ്യുഭവൻ ഓൾഡ് ഏജ് ഹോമിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തിയായിരുന്നു ആഘോഷം. ആലപ്പുഴ ജനറൽ ഹോസ്പിറ്റലിൽ നിന്നുള്ള മെഡിക്കൽ സംഘം അന്തേവാസികളെ പരിശോധിച്ചു. ജനമൈത്രി ഓഫീസർ KK ജോസഫ് ചടങ്ങിൽ സംബന്ധിച്ചു.
ലെൻസ്ഫെഡ് ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ചേർത്തല നഗരസഭ ടൗൺ ഹാളിലാണ് ക്യാമ്പ് നടത്തിയത്. സമൂഹത്തിൽ അവശത അനുഭവിക്കുന്ന സാധാരണ ജനങ്ങളുടെ ഇടയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുക എന്ന സന്ദേശം ഉൾക്കൊണ്ടാണ് ലെൻസ്ഫെഡിന്റെ നേതൃത്വത്തിൽ ചേർത്തലയിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. നഗരസഭാ ചെയർപേഴ്സൺ ഷേർലി ഭാർഗവൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ലെൻസ്ഫെഡ് ഏരിയ പ്രസിഡന്റ് വിനോദ് കൃഷ്ണ അധ്യക്ഷത വഹിച്ച ക്യാമ്പിൽ നഗരസഭാ വൈസ് ചെയർമാൻ TS അജയ്കുമാർ മുഖ്യ അതിഥിയായി. നഗരസഭാ പ്രതിപക്ഷ നേതാവ് P ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ അജി A, ആശ മുകേഷ്, ലെൻസ്ഫെഡ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി R ജയകുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി. ലെൻസ്ഫെഡ് ജില്ലാ പ്രസിഡന്റ് KR പ്രദീപ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സമിതി അംഗങ്ങളായ M മായ, A ഫൈസൽ, ജില്ലാ സെക്രട്ടറി അനിൽ MR, ട്രഷറർ R പ്രദീപ്, വൈസ് പ്രസിഡന്റ് അമ്പിളി PM തുടങ്ങിയവർ സംസാരിച്ചു. ബെൻസ്ലി AD സ്വാഗതവും വിനിത AV നന്ദിയും പറഞ്ഞു. ഫിഷറീസ് സയൻസ് പരീക്ഷയിൽ കുഫോസിൽ നിന്നും 2ാം റാങ്ക് നേടി ചേർത്തല സ്വദേശി. ചേർത്തല നഗരസഭ 8ാം വാർഡ് പൂജവിളിയിൽ റിട്ടയേർഡ് SI വാനപ്പന്റെയും സുധയുടെയും മകൾ അനുലക്ഷ്മിയാണ് 2ാം റാങ്ക് കരസ്ഥമാക്കിയത്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകൾ. ഗാന്ധി സ്മരണയിൽ രാജ്യം. രാഷ്ട്രപിതാവിന്റെ 155ാം ജന്മദിനം നാടെങ്ങും വിപുലമായി ആഘോഷിച്ചു. ജനാധിപത്യത്തെയും മതേതരത്വത്തെയും തകർക്കുവാൻ ആരെയും അനുവദിക്കില്ല എന്നതാണ് ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ എടുക്കേണ്ട പ്രതിജ്ഞയെന്ന് മന്ത്രി VN വാസവൻ. സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിന്റെ ഭാഗമായി ആലപ്പുഴ ബീച്ചിൽ മെഗാ ക്ലീനിംഗ് നടത്തി ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് 27ാം ബറ്റാലിയൻ. 100ഓളം വരുന്ന ITBP സേനാംഗങ്ങളാണ് ക്ലീനിങ്ങിനായി എത്തിയത്. മാലിന്യമുക്ത നവകേരളത്തിനായുള്ള ജനകീയ ക്യാമ്പയിന്റെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി P പ്രസാദ് നിർവഹിച്ചു. ഇതോടൊപ്പം നഗരസഭ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും നടന്നു. നവരാത്രി ആഘോഷം. ഒക്ടോബർ 11-ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ വകുപ്പ്. ഒക്ടോബർ 10-ന് വൈകിട്ടാണ് പൂജവയ്പ്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.